ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. അരീനനെ പറ്റി പറയുകയാണെങ്കിൽ 2006 ഗൾഫിലേക്ക് പോയാൽ ഞാൻ 2008 തിരിച്ചു വന്നു. ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി നോക്കണമെന്ന ഉദ്ദേശത്തിൽ ഒരു രണ്ട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. അങ്ങനെ 2010 വിവാഹം കഴിഞ്ഞു. അതിനുശേഷം ഒരു സ്ഥിര വരുമാനം വേണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ ജലീൽ അൻസാരി ഒരു ഓഫർ ചെയ്തത്. അവരുടെ കമ്പനിയിൽ, ഇലക്ട്രോണിക്സ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായി. അങ്ങനെ 2011 വരെ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നീട് ഞാൻ ജലീൽ അൻസാരിയും ഞാനും ചേർന്ന് മറൈൻ എക്യുപ്മെൻസിൻ്റെ ഒരു സ്ഥാപനം തുടങ്ങി. 2011 മെയ് 11 അതായിരുന്നു അരീന ടെക്നോളജീസിൻ്റെ തുടക്കം. പിന്നീട് രണ്ട് വർഷത്തോളം നമ്മൾ കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരവുമായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിസിനസ് ചെയ്തു. തീരദേശ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി അരീന ടെക്നോളജീസിനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റി. പിന്നീട് നമ്മുടെ ബിസിനസ്സിന്റെ എക്സ്പാൻഷൻ ഭാഗമായി നമ്മൾ ടെക്സ്റ്റൈൽ മേഖലയിൽ കൂടി തിരിഞ്ഞു. 2013-14 ഫറോക്കിലും എടവണ്ണപ്പാറയിലും ജെൻസ് ആൻഡ് ലേഡീസ് ഷോറൂമുകൾ ഓപ്പൺ ആക്കാൻ പറ്റി. പിന്നീട് 2017 ചെറുവണ്ണൂരിൽ തന്നെ നമ്മൾ നമ്മുടെ ഓഫീസ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തിട്ടു. അതിലേക്ക് CCTV, ഓട്ടോമേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു. അതൊന്ന് ഡെവലപ്പ് ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നുകൊണ്ടിരുന്നു. പിന്നീട് 2019 ആയ സമയത്ത് നമ്മൾ അരീന ടെക്നോളജീസിനെ അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായി കോഴിക്കോട് എരഞ്ഞിപ്പാലത്തേക്ക് മാറ്റി. അതായത് നമ്മുടെ ഇന്നോവേഷൻ്റെ തുടക്കം. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ ELV റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും എടുത്തു. ഗവൺമെൻറ് വർക്കുകളും വലിയ പ്രൊജക്റ്റുകളും എല്ലാം എടുത്തു. അങ്ങനെ 2025 ആയപ്പോഴേക്കും അരീന ടെക്നോളജീസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയായി മാറാൻ സാധിച്ചു. ഇന്ന് ഈ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അരീന ടെക്നോളജീസ് സമ്മാനിച്ചത് എൻ്റെ പ്രിയ സഹപ്രവർത്തകരും എൻ്റെ കസ്റ്റമേഴ്സും എൻ്റെ ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് അവരുടെ സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും അങ്ങോട്ട് അരീന ടെക്നോളജീസിനെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം. ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. നന്ദി.